നമ്മുടെ രണ്ടാമത്തെ നോമ്പായല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നും അറബിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഐറ്റംസും. അങ്ങനെ ഒരു കേരള സൗദി സ്റ്റൈൽ ഇഫ്താർ കണ്ടാലോ. അപ്പോൾ രാവിലെ ഞങ്ങൾക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പറക്കി തറയിലിടുന്നത് കാരണം ഈ സാധനത്തിനെ എടുത്ത് ട്രോളിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള ഒരു പോക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ സാധനത്തിനെയും കൊണ്ട് അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വേണം ഇഫ്താറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അതുകൊണ്ട് അവിടെ നിന്ന് അധികം സമയം കളയാതെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചക്ക എടുത്ത് നോക്കിയെങ്കിലും കൊള്ളത്തില്ലായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ പോയിട്ട് ഇഫ്താറിൻ്റെ സ്നാക്സ് ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇഫ്താർ സ്പെഷ്യൽ കുറേ മലബാർ സ്നാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കണ്ടപ്പോൾ ഏതെടുക്കണം എന്നായിരുന്നു ഡൗട്ട്. അറബിയുടെ വീട്ടിൽ നിന്ന് സ്നാക്സ് കൊണ്ടുവരും, അതുകൊണ്ട് നമുക്ക് കുറച്ച് മതിയായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങളൊരു 2 ഐറ്റം എടുത്തിട്ടുണ്ട്. അവിടെ ചിക്കൻ കിളിക്കൂട് എന്ന് പറയുന്നൊരു സാധനം കണ്ടു. അപ്പോൾ അത് ഇതുവരെ കഴിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഇന്ന് ചിക്കൻ കിളിക്കൂട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എടുത്തത് ചട്ടിപ്പത്തിരി ആയിരുന്നു. അങ്ങനെ കിളിക്കൂടും ചട്ടിപ്പത്തിരി എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോഴേക്കും നല്ല താമസിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇഫ്താറിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുഴുങ്ങാനുള്ള മുട്ട കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്നും ചീറ്റിപ്പോയി. ഇനി വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതോടെ ഉപേക്ഷിച്ചു. അപ്പുറത്തെ അടുപ്പിൽ വേറെ കുക്കറിൽ കഞ്ഞിയരിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓൾറെഡി നല്ല ലേറ്റായി. അപ്പോൾ ഇനിയും ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് കഞ്ഞിയും കുക്കറിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ റെഡി ആവുന്ന ടൈമിൽ ഞാൻ ഉള്ളിക്കറിയുടെ സംഭവങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹെൽപ്പർ ഫ്രഷ് ആവാൻ പോയ ടൈം ആയതുകൊണ്ട് ഇത് വഴിച്ചലും കട്ടിങ്ങും എല്ലാം എൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ കെട്ടിയവൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാത്തിക്കുട്ടി നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽപ്പുണ്ട്. അവളുടെ ഹെൽപ്പ് കൂടി അവസാനം കട്ട് ചെയ്ത ഫ്രൂട്ട്സൊക്കെ തറയെന്ന് പറക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പിന്നെ അവൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഹെൽപ്പർ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അനിയനാണ്. അപ്പോൾ അവരെല്ലാം ഇതെല്ലാം ചെയ്യുന്ന സമയത്തിന് ഞാൻ ഉള്ളിക്കറിയുടെ ബാക്കി പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഞങ്ങളുടെ കറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തോട്ടത്തിലെ മല്ലിയിലയാണ്. ഞങ്ങളുടെ തോട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ കറി ഏകദേശം സെറ്റായി വന്നപ്പോഴേക്കും നമ്മുടെ ഹെൽപ്പർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുട്ട പൊളിക്കുന്ന പരിപാടി ഹെൽപ്പർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ എല്ലാം കൂടി അവസാനം ഒരു ഓട്ടപ്പാച്ചിലും ബഹളവും ആയതുകൊണ്ട് ഇന്ന് കറക്റ്റ് സമയത്തിന് മുന്നേ എല്ലാം തീർക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നും അത്യാവശ്യം നന്നായിട്ട് തന്നെ ലേറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കേൾക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ വാങ്ങിയ സ്നാക്സ് എടുത്ത് പ്ലേറ്റിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതെടുത്ത് വെച്ചു. ബാങ്ക് കേൾക്കുവാണെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് ബാക്കി പിന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്ത പരിപാടി കഞ്ഞിയാണ്. കഞ്ഞി ഏകദേശം വെന്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി അരപ്പും കൂടി ഇട്ടെടുത്താൽ മതിയാവും. അങ്ങനെ ഇന്ന് ഞങ്ങൾ നോമ്പ് കഞ്ഞി മഞ്ഞക്കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത പരിപാടി ജ്യൂസായിരുന്നു. അപ്പോൾ അതിന്ന് ക്യാരറ്റ് ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്ത് പുഴുങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാരറ്റും പാലും ഈത്തപ്പഴവും കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ഇടുകയാണെങ്കിൽ പഞ്ചസാര വേണമെന്നില്ല, ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മാതളവും കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി മുകളിൽ ഇട്ടിട്ടുണ്ട്. മാതളവും ഇവിടുത്തെ തോട്ടത്തിലതാണ്. അങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബാങ്ക് കിട്ടു. പിന്നെ എല്ലാം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ ജ്യൂസും കൊണ്ട് വന്ന സമയത്ത് ഇവർ ഫ്രൂട്ട്സും അറബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സും നമ്മൾ വാങ്ങിയ സ്നാക്സും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ സൗദി കേരള ഇഫ്താർ സ്നാക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം കുറച്ച് ഡേറ്റ്സും ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടായിരുന്നു, കുറച്ച് മാക്രോണി പാസ്ത ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ലുക്കൈമത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെർമിസെല്ലി കൊണ്ടുള്ള സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷോർബ ഉണ്ടായിരുന്നു, അതിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സ്വന്തം കേരള സ്നാക്സ് ചട്ടിപ്പത്തിരിയും കിളിക്കൂടും ഉണ്ടായിരുന്നേ. പിന്നെ എല്ലാ നോമ്പിനും ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം കൂടി ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ മുറിച്ച് ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അറബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് ലുക്കൈമത്ത്. അങ്ങനെ കുറച്ച് ഡേറ്റ്സും വെള്ളവും കുടിച്ചതിന് ശേഷം ഞാൻ അത് കുറച്ച് കഴിച്ചു. പിന്നെ എന്നത്തെയും പോലെ തന്നെ നോമ്പ് മുറിച്ചൊരു ആവേശത്തിന് കുറച്ചൊക്കെ എടുത്തെങ്കിലും അത് മുഴുവൻ കഴിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതെല്ലാം കഴിച്ച് പിന്നെ കുറേ നല്ല ഗ്യാപ്പ് എടുത്ത് പ്രയർ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കഞ്ഞി കുടിച്ചത്. അടുത്ത സ്റ്റെപ്പ് കഞ്ഞിയും ഷോർബയും ആയിരുന്നേ. അങ്ങനെ ഞാൻ ഇന്നും കഞ്ഞിയാണ്. അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഓൾറെഡി മൊത്തത്തിൽ ലേറ്റ് ആയതുകൊണ്ട് നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് ദോശ ചുടാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോമ്പെല്ലാം മുറിച്ച് കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ദോശ ചുട്ടിട്ടുണ്ടായിരുന്നത്. കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ദോശ ചുട്ടിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ദോശയും മുട്ടക്കറിയും കഴിച്ചുകൊണ്ട് ഇന്നത്തെ ഇഫ്താർ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്